ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി ഡീകോഡിംഗ് ആണ്. ഒഫീഷ്യൽ ട്രെയിലറിന്റെ ഡീകോഡിംഗ് ഡീകോഡിംഗ് ഒന്നും അല്ല കേട്ടോ. ഡീകോഡിംഗ് ഒക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാർ വേറെ ഇങ്ങനെ ഓരോ ഫ്രെയിം ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ട് അവർ ചെയ്തോളും. ഇത് ഡീകോഡിംഗ് അല്ല. ഇന്നലെ ഒരു മിനിറ്റ്, ഞാൻ ഇത് പറഞ്ഞു തീർക്കട്ടെ. ഇന്നലെ ട്രെയിലറിന്റെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്നോടൊരു കാര്യം വൺ ഡയലോഗ് അടിച്ചായിരുന്നു. അതായത് ഇതിന്റെ കഥ നമുക്ക് ട്രെയിലറിൽ നിന്ന് ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ അത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ നാളെ വരുമ്പോഴേക്കും ഞാൻ ഇതിന്റെ കഥ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ വീഡിയോ വരാല്ലോ, എല്ലാരും കേൾക്കട്ടെ. പറയാം, വെയിറ്റിംഗ്. ചോദിച്ചോ. അപ്പൊ എനിക്ക് ബുദ്ധിയില്ലാന്നാ നീ പറയുന്നത്? അതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമുള്ളൂ. ചെയ്തോളൂന്ന്. അത് ഡീകോഡിങ്, അത് കുറച്ച് ബുദ്ധിയും വിവരമുള്ള ആൾക്കാർ പറയേണ്ടതാണ്. എനിക്ക് ബുദ്ധിയില്ലാന്ന്. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഇനി എടുത്തെടുത്ത് ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? ഈ ബുദ്ധിയില്ലാത്ത ഒരുത്തൻ പറയുന്നത് കേൾക്കാൻ വരുന്ന ഇവന്റെ ബുദ്ധി എന്താണ്? അതല്ല, അപ്പൊ മറ്റുള്ളവരോ അപ്പൊ അവരും കണ്ടോണ്ടിരിക്കല്ലേ, നീ അവരെയും കൂടെ ബുദ്ധിയില്ലാന്ന് അവരെ എണീപ്പിച്ചു വിടുക നീ രാവിലെ തന്നെ. ഇത് അങ്ങനെയല്ല. ഈ ബുദ്ധിയില്ലാത്തവൻ എന്താണ് കഥ ഉണ്ടാക്കിയേക്കുന്നതെന്ന് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഇത് സംഭവം എനിക്ക് ബുദ്ധി ഇല്ല എന്നുള്ളത് കൊണ്ടല്ല കേട്ടോ. അതായത് സേഫ് ആക്കുക എന്നുള്ളതാണ് അവന്റെ ഉദ്ദേശം. അത് അവന്റെ ബ്രില്യൻസ് ആണ്. അതാണ്. അതായത് തെറ്റിക്കഴിഞ്ഞാലും പ്രശ്നമല്ല. സിനിമ വരുമ്പോ വേറൊരു കഥ വന്നാലും ഒരു പ്രശ്നമല്ല. കാരണം ബുദ്ധിയില്ലാത്തവൻ എന്തോ പറഞ്ഞതാണല്ലോ. അപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ അവന് വിവരം ഇല്ലാന്ന്. താങ്ക് യു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. അതായത് ഇതൊരു വെല്ലുവിളിയായിട്ട് തന്നെ ഞാൻ സ്വീകരിക്കുന്നു. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ എടുക്കണം. എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എനിക്ക് തന്നെ അറിയാം. വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. പക്ഷെ ഡീകോഡിംഗ് എടുത്തതിനേക്കാൾ ബെറ്റർ, എളുപ്പവും. അതായത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഓരോ സ്ഥലങ്ങളിൽ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ എവിടെ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്ന ആൾക്കാരുണ്ട്, ഇന്നതുണ്ട്, ഇന്ന ആളല്ല അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ മതി. പക്ഷെ അതിനെ കുറിച്ച് എഡിറ്റിംഗിൽ കുറച്ച് കൂടുതൽ സമയം എടുക്കും. ഇതിനൊരു സ്റ്റോറി ഉണ്ടാക്കല് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും നീ പറയുന്ന സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഞാൻ. കേക്കട്ടെ, പറ. അതായത് നീ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ റിയാക്ഷൻ ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, നിനക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലായോ എന്ന്. അപ്പോൾ ശരിയായ രീതിയിൽ ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ചിലതൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അപ്പുറത്ത് അതിന് കുറച്ച് കൂടുതൽ ആഴമുണ്ട് ആ പറഞ്ഞതിന്. തീർച്ചയായിട്ടും ആഴം കുറച്ച് കൂടുതലുണ്ട്. അതിന്റെ കൂടെ തന്നെ നീ മറ്റൊരു സമയത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇത് എൽസിയും പോപ്പും ഒന്നും ആവാതിരിക്കട്ടെ. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞത് തന്നെ. ആ സമയത്ത് ഞാനത് അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ പറഞ്ഞത് ശരിയാണ്. അതായത് എൽസി ഒന്നും വാങ്ങാത്തൊന്നും വേണ്ടത്. അതിന് കാരണം ഈ ട്രെയിലർ ആദ്യമേ തോന്നിപ്പിക്കുന്ന ഒരു സംശയമുണ്ട്. അതായത് ടൈം ട്രാവൽ മൂവിയാണോ അങ്ങനെ? അതായത് അതാണെങ്കിൽ അതും ലോകേഷിന്റെ സംവിധാനത്തിൽ രജനികാന്ത് നായകനായി ആമിർ ഖാനും നാഗാർജുനയും സൗബിനും മറ്റേ ഉപേന്ദ്രയും ഒക്കെ വരുന്നൊരു സിനിമ ടൈം ട്രാവൽ മൂവി കൂടി ആണെങ്കിൽ എന്തൊരു ഗംഭീര സാധനമായിരിക്കും. അതെന്തിനാണ് മറ്റേ കണക്ഷൻ കൊടുക്കുന്നത് എന്തിന്? അതെ, ഓക്കെ. അപ്പോൾ എൽസിയിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോകേഷ് ഇതുവരെ പിടിക്കാത്ത ഒരു സാധനമാണ് ഇത് എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. അതിനൊരു കാര്യം ആദ്യം പറയാം. അതായത് ലോകേഷ് ഒരു സിനിമ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടി നായകനായി. പിന്നെ മറ്റു പല ഇൻഡസ്ട്രിയിൽ നിന്നും ഓരോരുത്തരുണ്ടായിരുന്നു. അതിൽ രജനികാന്ത് മുഴുനീള വില്ലൻ. മനസ്സിലാവുന്നുണ്ടോ? അത് പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ആ സാധനം പിന്നീട് ആൾ ഉപേക്ഷിക്കാൻ കാരണം രജനികാന്തിനെ കിട്ടി. അതെന്തിനാണ് ഒരു ഓപ്പർച്യൂണിറ്റി കളയുന്നത്? അങ്ങനെ ചിന്തിച്ചു. പക്ഷെ ആ ചിന്തിച്ചത് ആ വില്ലനിസവും വില്ലനും നായകനും ആര് എന്നുള്ളത് സംഭവം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറ്റിയിട്ട് അതിലെ ചില സംഭവങ്ങൾ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. അന്ന് ചെയ്യാൻ വെച്ചിരുന്ന സാധനത്തിനകത്തുനിന്ന് കുറച്ച് ഐറ്റംസ് ഇങ്ങോട്ട് എടുത്തു. അതായത് അതിന്റെ ചില സംഭവങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് ആണ് ആള് ഈ ഒരു കഥ ചിന്തിച്ചിട്ടുള്ള ഒരു തോന്നൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ആ കഥ നിനക്കറിയോ? പക്ഷെ മമ്മൂട്ടിയും രജനികാന്തും വരുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ തന്നെ ഇത് ദളപതിയുടെ ചില ചായകാച്ചലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലെ കഥാപാത്രങ്ങൾ എന്തുകൊണ്ട് ദേവയായി എന്നുള്ളതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വെറുതെ ഞാനൊന്ന് കണക്ട് ചെയ്തതാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതിന്റെ കഥ ഒരു ടൈം ട്രാവൽ മൂവിയാണെന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഈ സിനിമയുടെ ട്രെയിലർ തുടങ്ങുന്നത് തന്നെ ഒരു ഡയലോഗ് പറഞ്ഞിട്ടാണ്. അതായത് ഒരാൾ ജനിക്കുമ്പോൾ തന്നെ അയാളുടെ സാവ് ആരുടെ കൈകൊണ്ടാണ് എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അയാളുടെ നെറ്റിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം. അതെ,
അതൊരാൾ പറയുന്നതാണ്. യെസ്. അതിനുശേഷം കാണിക്കുന്നത് ഒരു ശ്മശാനാണ്. ആ അത് ശരിയാ അല്ലേ? ആ വളരെ കറക്റ്റാ. എനിക്ക് തോന്നുന്നത് ഇത് 2 രീതിയിലാണ്. ഒന്ന്, ഇതിൽ നായകനും വില്ലനും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതായത് രജനികാന്തും തുടക്കത്തിൽ തന്നെ കൊന്ന് പോരട്ടെ പോന്നോട്ടെ. രജനികാന്തും നാഗാർജുനും ഇതിൽ മരിച്ചവരാണ്. ഇപ്പൊ എനിക്ക് കറക്റ്റ് ആ ഡയലോഗില്ലേ, ഒരാൾ ജനിക്കുമ്പോ തന്നെ അയാൾ സാവ് നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ടാവുന്നുള്ളത്. നാട്ടുകാരല്ല, ഇവനാണ് എന്നെ കൊല്ലുക, ഇവനാണ് എന്റെ മരണത്തിന് കാരണം. ഓക്കെ കണ്ടിന്യൂ. ഓക്കെ, എന്താ നിങ്ങൾക്ക് ഇത് കണക്ട് മൊത്തം കേട്ടാലേ നമുക്ക്. നാഗാർജുന പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ഈ സിനിമയുടെ ട്രെയിലറിന്റെ ഒരു സെന്റർ ഭാഗത്തുമ്പോ, ആളെ ഞാൻ ഇതിനു മുൻപ് എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. രജനികാന്തിന്റെ ക്യാരക്ടറിനെ കുറിച്ചാണത്. അതായത് ഇതിനൊരു പാസ്റ്റ് ഉണ്ട്, ഒരു പക്ക കീടിലും ഫ്ലാഷ് ബാക്ക് ഉണ്ടാവും. ആ ഫ്ലാഷ് ബാക്കിൽ അറിയുന്ന ഒരാളാണ് നാഗാർജുന ആരെ, രജനികാന്തിനെ. അതിൽ നിന്ന് അതാണ് വ്യക്തമാവുന്നത്. ഓക്കെ പോന്നോട്ടെ. ഒന്നും കണക്ട് ആയി ഇല്ല മൊത്തത്തിൽ എത്തിയിട്ടില്ല, മൊത്തത്തിൽ ഒരുമിച്ച് കണക്ട് ആക്കിയാൽ മതി. ട്രെയിലറിന്റെ വഴിയെ പറയാം. ആയിക്കോട്ടെ അങ്ങനെ പറഞ്ഞു. അതാകുമ്പോ ഓരോന്നേ നമുക്ക് മനസ്സിലാക്കാം. ഈ ശ്മശാനം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സൗബിന്റെ ക്യാരക്ടർ എന്താണെന്നാണ് റിവീൽ ചെയ്യുന്നത്. ആ ഒരു ഹാർബറൊക്കെ ഉണ്ടല്ലോ, അവിടെയുള്ള 14,000 വർക്കേഴ്സിനെ നിയന്ത്രിക്കുന്ന ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളാണ് സൗബിൻ. അതായത് നാഗാർജുനന്റെ വലങ്കൈ. ഓക്കെ, അപ്പോൾ ഇവർ 2 പേരും വില്ലന്മാരാണ്, ബ്രൂട്ടലായിട്ടുള്ള വില്ലന്മാർ. സൗബിന്റെ കയ്യിൽ നിന്ന് നിൽക്കാത്ത പരിപാടികൾ അവിടെ വന്നാണ്ട് ചെയ്തു പോവുക നാഗാർജുനായിരിക്കുന്നു. അതിന്റെ ഭാഗമാണ് ആ ഹാർബറിൽ വെച്ചിട്ട് മറ്റേ ചെയറിന്റെ മുകളിൽ കയറി തലയടിച്ച് പൊട്ടിക്കുന്നത്. അത് സൗബിനെയാണോ നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ അതായത് ചിലപ്പോൾ ഈ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ വലിയ തെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് സൗബിന് ഒരു ജോലി കൊടുത്തിട്ടുണ്ട്, ഒരു കൂലി അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ആ കൂലിയെ കണ്ടെത്തണം, അത് ഇത്ര സമയം കൊണ്ട് കണ്ടെത്തണം. അത് കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല, അതായിരിക്കാം. പക്ഷെ നാഗാർജുന കൊന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ, രജനികാന്തിനെ നമ്മുടെ സൗബിൻ നേരിട്ട് കാണുന്നൊരു സീനുണ്ട്. കണ്ടു കഴിഞ്ഞെങ്കിൽ പിന്നെ ആള് ബാക്കി ഉണ്ടാവോ? ഉണ്ടാവൂല. ഓക്കെ, കഥയിലേക്ക് എത്തിയിട്ടില്ല. കേറിയിട്ടില്ല. ഞാൻ കഥയായിട്ട് അതായിരിക്കും ബെറ്റർ. ഇത് കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ, കഥ ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. അതായത് സിമ്പിൾ ആയിട്ട് കഥ മാത്രം പറയാം. നമ്മുടെ സത്യരാജില്ലേ, സത്യരാജ് ഇതിലൊരു സയന്റിസ്റ്റ് ആയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് ടൈം ട്രാവൽ മെഷീനൊക്കെ ചെയ്തിട്ട് ഈ പാസ്റ്റിൽ നിന്ന് പ്രസന്റിലേക്കും ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്കും അല്ലെങ്കിൽ പ്രസന്റിൽ നിന്ന് പാസ്റ്റിലേക്കും ആൾക്കാരെ കൊണ്ടുപോകുന്ന രീതി, അതിന് പ്രത്യേക മെഷീൻ ആൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ആള് പല സമയങ്ങളിലും ആള് കണ്ടെത്തിയിരിക്കുന്ന മെഷീൻ മുന്നോട്ടും പിന്നോട്ടും ആക്കുന്നുണ്ട്. മുന്നോട്ടാക്കി കഴിഞ്ഞാൽ പ്രസന്റിലേക്കോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കോ പോകും, ബാക്കിലേക്ക് ആയി കഴിഞ്ഞാൽ പാസ്റ്റിലേക്ക് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ ഒരാളെ, അതായത് ഈ പ്രസന്റ് സമയത്ത് ഏറ്റവും മോശമായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാഗാർജുന, സൗബിൻ. അവരെ ഇല്ലാതാക്കാൻ ഒരു പോലീസിനും ഒരു നിയമത്തിനും പറ്റുന്നില്ല. അതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൂലിയായിരുന്ന ഒരാൾ, അയാൾ മരിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതായത് നമ്മുടെ വിക്രം സിനിമ അല്ലേ, അതുപോലെ തന്നെ വിക്രം സിനിമയിൽ മരിച്ചു എന്നുള്ള രീതിയിൽ കാണിക്കും. മരിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ മരണം ഒഫീഷ്യലായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അങ്ങനെയുള്ളൊരു മരണം. അപ്പോൾ ആള് 30 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്, അവിടെ പോയിട്ട്. അല്ലെങ്കിൽ ഒറിജിനലായിട്ട് മരിച്ചിട്ടുണ്ടാവും, പക്ഷെ ആള് ജീവിച്ചിരുന്ന സമയത്ത് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? ഏതാണ്ടൊക്കെ. അതായത് നാഗാർജുനനെയും സൗബിനെയും ഇല്ലാതാക്കാൻ, ആ ഒരു സാമ്രാജ്യം ഇല്ലാതാക്കാൻ ആള് വരുന്നു. അതിന് ഇമോഷണലി കണക്ട് ചെയ്യുന്നത് ഉപേന്ദ്രയാണ് ആളുടെ ഫ്രണ്ട്. രജനികാന്തിന്റെ ഫ്രണ്ട്. അതെ, അത് ഇതിൽ കാണാനുണ്ട് ഈ ട്രെയിലറിൽ. അതായത് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അത് കണ്ടതാ. രജനികാന്തിന്റെ ലുക്കും അതിൽ കാണിക്കും, രജനികാന്തിന്റെ ഫ്ലാഷ് ബാക്കും ഒരു കീടിലും സംഭവമായിട്ടുള്ള ഒരു ഫ്ലാഷ് ബാക്ക് ഉറപ്പാണ്. പഴയ ലുക്ക് നമ്മൾ നെഗറ്റീവ് പോലെ കാണുന്നില്ല, ആ ലുക്ക് തന്നെ ആയിരിക്കണം. അതെ. അപ്പോൾ ഇതിന് കാരണമാവുന്നത്, ആളെ ഈ 30 വർഷത്തിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാൻ കാരണമാവുന്നത്
ഈ സത്യരാജുമായി ബന്ധപ്പെടുത്തിയിട്ട് എന്തോ ഒരു ഇമോഷണൽ കണക്ഷൻ ആണല്ലോ, അത് ശ്രുതി ഹാസനാണ്. അതായത് ഈ ട്രെയിലറിൽ ഒരു ഫയലൊക്കെ പിടിച്ചൊരു പെൺകുട്ടി ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ ഈ ഹാർബറിൽ വെച്ചിട്ട് നടക്കുന്ന ഒരു ഇല്ലീഗൽ പ്രവൃത്തി ആള് കണ്ടെത്തിയിട്ടുണ്ട്. അത് പുറത്തറിയിക്കുന്നതിന് മുൻപ് ആളെ കൊല്ലും. പക്ഷേ ആ സത്യങ്ങളൊക്കെ ശ്രുതി ഹാസനോട് പറഞ്ഞിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ട്? താൻ എന്തായാലും കൊല്ലപ്പെടും, ഇത് ക്ലീശ സംഭവമാണ്, താൻ എന്തായാലും കൊല്ലപ്പെടും, അതിന് മുൻപായിട്ട് നീ എന്തെങ്കിലും ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ഈ ഫയലും കാര്യങ്ങളൊക്കെ ശ്രുതി ഹാസനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് നാഗാർജുന ടീം അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ കൊല്ലാനായിട്ട് ഇറങ്ങുമ്പോൾ ആളെ സംരക്ഷണത്തിനാണ് രജനീകാന്തിന്റെ ക്യാരക്ടറിനെ, കൂലിയെ, അന്നത്തെ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് ആളുടെ ലുക്ക് ഇങ്ങനെ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിൽ. അതായത് ആള് 30 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലുക്ക്. യെസ്, മനസ്സിലായോ? ഇതുവരെ മനസ്സിലായോ? അപ്പൊ ഈ ഫയലും കൊണ്ടുവരുന്ന പെൺകുട്ടി കൊല്ലപ്പെടും. ശ്രുതി ഹാസനെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു സൗബിനും നാഗാർജുനും ടീമും. നാഗാർജുനിലേക്ക് എത്തുന്ന സമയത്ത് നാഗാർജുനക്ക് മനസ്സിലാവുന്നു തനിക്ക് ഈ ആളെ എവിടെയും പരിചയം ഉണ്ടല്ലോ, അത് 30 വർഷം മുമ്പുള്ളതായിരിക്കും. നാഗാർജുനന്റെ ക്യാരക്ടറിന് എന്തോ ഒരു ബന്ധം ആരുമായിട്ടുണ്ടാവും, കൂലിയായിട്ടുണ്ടാവും. ഓക്കെ. പിന്നെ ഉപേന്ദ്ര അന്നത്തെ ആള് 30 വർഷത്തിന് ശേഷം ഉള്ള ലുക്കിൽ നമ്മൾ ചെറുതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതിന്റെ ഗ്ലിംസ് വീഡിയോയില്, മുടിയൊക്കെ വളർത്തി. അപ്പോൾ ആള് ഈ ഒരു പ്രസന്റിൽ ചിലപ്പോൾ കൊല്ലപ്പെടുന്നുണ്ടാവും. അതിനുശേഷമായിരിക്കും ശ്രുതി ഹാസന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇത്രയും വ്യക്തമായോ? ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? ഇനി സംശയമുണ്ട്. ആമിർ ഖാൻ എന്തിനു കൊണ്ടുവന്നു? ഇതാണ് എനിക്ക് അറിയേണ്ടത്, ഇതാണ് ഇതിന്റെ ക്ലൈമാക്സ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആള് യൂസ് ചെയ്യുന്ന ഈ ഒരു മെഷീന് എന്താണ് ഫ്യൂച്ചറിൽ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആമിർ ഖാന്റെ ക്യാരക്ടർ പ്രസന്റിലുള്ളതും അല്ല, ഫ്യൂച്ചറിൽ നിന്ന്. അതായത് ഇപ്പോൾ ഈ കഥ നടക്കുന്നത്, ഇപ്പം നമ്മൾ കണ്ട ഈ ട്രെയിലറിലെ നാഗാർജുൻ്റെയും സൗബിൻ്റെയും ശ്രുതി ഹാസൻ്റെ ഒക്കെ ആ ഒരു പ്രസന്റ് കാലഘട്ടമല്ലേ, ആ കാലഘട്ടം ഇപ്പം ഏത് വർഷത്തിലാണ് നടക്കുന്നത്, അതാണ് പ്രസന്റ്. ഓക്കെ. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് ഒരു ഫ്യൂച്ചർ ഉണ്ട്. അതായത് മേ ബി 2050 2100 ഒക്കെ ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ആ വർഷത്തിൽ നിന്ന് ഒരു മൊരട്ട് ഒരു മാരകാളെ ഒരു സമയത്ത് അവിടുന്ന് ഇങ്ങോട്ട് പ്രസന്റിലേക്ക് കൊണ്ടുവരുന്നതാണത്. അത് മനസ്സിലായി. പക്ഷെ എന്തിനു കൊണ്ടുവരുന്നു? അതായത് ഇപ്പോൾ രജനീകാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്റ്റാറാണ്, ആളൊക്കെ ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ജയിലർ സിനിമയിൽ ലാലേട്ടനും പിന്നെ ഡോക്ടർ ശിവരാജകുമാറും ശിവാണ്ണ ഇവർ രണ്ടുപേരും എന്തിനു വന്നു? ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുക. രജനീകാന്തിനെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും വരുന്നത്. അതായത് ഒരു സമയത്ത് ഒരു ടീമിനെ ഇല്ലാതാക്കാനായിട്ട്, അതായത് ആ സമയത്ത് ആൾക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടാവില്ല, വേറൊരു ഇതായിരിക്കാം, അതെന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ, നമ്മൾ സിനിമ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഒരു ടീമിനെ ഇല്ലാതാക്കാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നതാണ്, അതായത് ഫ്യൂച്ചറിൽ നിന്ന് പ്രസന്റിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതാണ് നമ്മുടെ ആമിർ ഖാന്റെ ക്യാരക്ടർ. ആ ലുക്കും ആളുടെ വരവൊക്കെ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അല്ല ഇനിയിപ്പോ അത് നാഗാർജുനന്റെ മോളിൽ നിൽക്കുന്ന ഒരാളായിക്കൂടെ? അതും ആവാം. അതായത് അതായത് നാഗാർജുനനെയൊക്കെ കൊല്ലുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്ന സംഭവം ആവുന്നു. പക്ഷേ ആളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ആൾക്കെതിരെ, അതായത് ഇനി ആളെ എതിരിട്ട് തോൽപ്പിക്കണമെങ്കിൽ അടുത്തൊരു പാർട്ട് വെക്കേണ്ടി വരും. അങ്ങനെ ആവുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനത്തെ രീതിയിലുള്ള സിനിമ ആയിരിക്കൂല അത്. അപ്പോൾ ആള് വരുന്നത് രണ്ടാം ഭാഗത്തിനോ അല്ലെങ്കിൽ അതിന്റെ തുടർച്ചക്കോ വേണ്ടിയിട്ടല്ല. ഒരു കാര്യം അവിടെ മുടിച്ചിടലാമാന്ന് ചോദിച്ച പോലെ അവിടെ തീർക്കും, അതിന് വേണ്ടിയിട്ടായിരിക്കും വരിക. അത് ഒന്നെങ്കിൽ നായകപക്ഷത്തിനെ ഇല്ലാതാക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ വില്ലൻ പക്ഷത്തെ ഇല്ലാതാക്കുന്നതായിരിക്കാം. മേ ബി ഈ ആമിർ ഖാന്റെ ക്യാരക്ടർ അന്ന് പണ്ട് അതായത് ആമിർ ഖാൻ അതേ ആൾ തന്നെ ആയിരിക്കും, അതേ ആളുടെ ഏജും കാര്യങ്ങളൊന്നും കണക്റ്റ് ആവുന്നില്ല. പക്ഷെ മേ ബി അന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ നാഗാർജുന അല്ലെങ്കിൽ രജനീകാന്ത് മരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കിയ ആളായിരിക്കും. അങ്ങനെ മേ ബി. അപ്പൊ ഇതിലും ഈ ഒരു പ്രസന്റിലും അത് സംഭവിക്കും ലാസ്റ്റ് ക്ലൈമാക്സിൽ. നീ ഒരു കില്ലാടി തന്നെ. ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കണല്ലോ. അല്ല, ഇതിലൊരു ഡയലോഗ് ഉണ്ട്, അതായത് 30 വർഷമാ ഓഫ്ലൈനിൽ വെച്ചിരിക്കുകയാണ് ഒരാളെ. ആ ആള് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കാൻ പോകുന്നുള്ള അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ ആര് പറയുന്നുണ്ട്? സത്യരാജ് പറയുന്നുണ്ട്. അപ്പൊ സത്യരാജ് 30 വർഷമായിട്ട് ഒരാളെ ഓഫ്ലൈൻ വെച്ചിട്ടുണ്ട്. അതിനി ആമിർ ഖാൻ ആയിരിക്കും? അല്ല,
രജനീകാന്ത് തന്നെ ആയിരിക്കും. അത് രജനീകാന്ത് തന്നെ. ഓക്കെ, സൂപ്പർ സ്റ്റാർ രജനീകാന്ത്, ഒരേ ഒരു സൂപ്പർ സ്റ്റാർ ആളെയാണ് ഓഫ്ലൈൻ വെച്ചിട്ടുള്ളത്. ഇനി ആള് സത്യരാജിനെ കാണുന്നൊരു സീനുണ്ട് ഈ ട്രെയിലറിൽ, മനസ്സിലാവുന്നുണ്ടോ? അതിൽ നീ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുന്നത്. അത് നീ എന്തിനാ ഇങ്ങോട്ട് കയറി വന്നെന്നുള്ള ചോദ്യം അല്ലാതെ, അതായത് ഈ പുതിയ ഈ ഒരു കാര്യം ചെയ്യുന്നിടത്ത്, അതായത് തൻ്റെ ഉദ്ദേശം, നമ്മളാണല്ലോ, ഞാനാണ് ഇവനെ കൊണ്ടുവരുന്നതെങ്കിൽ തനിക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് ഇവൻ പറയാണ് എനിക്ക് അതും കൂടി തീർക്കണം, ഇതും കൂടി തീർക്കണം, എന്നിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി അതിലേക്ക് ഇടപെടാനായിട്ട് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് എൻ്റെ നിയന്ത്രണത്തിൽ ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ഒരു ലക്ഷ്യം, അതല്ലാതെ നിനക്കൊരു ലക്ഷ്യം വരുന്നു. അതായത് എനിക്ക് തന്നിരിക്കുന്ന ഒരു ജോലി അല്ലാതെ മറ്റൊരു ജോലിയും കൂടെ ഞാൻ ഏറ്റെടുക്കുന്നു, നീ സ്വയം ചെയ്യാനായിട്ട് തീരുമാനിക്കും. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ആ ചോദ്യം അവിടെ വരുന്നത്. ഇങ്ങനെയാണെങ്കിൽ മിക്കവാറും ഞാൻ സ്വയമായിട്ട് ചെയ്യേണ്ടി വരും ഒരു ജോലി. ഈ ജോലി അല്ല, അതിപ്പോ എന്താ കിടുന്ന കഥ, എന്ത് ലോകേഷ് വിളിക്കാണ്ടിരുന്നാ മതി. കളന്റെ മോനെ, അയ്യോ ആ ടീം വിളിച്ചിട്ട് എന്തുവാടേ, ആകെ ഇത്രയും സമയം അങ്ങേരേ ഉള്ളൂ, എല്ലാ കാര്യങ്ങളും വിളിച്ചാണ് പെട്ടെന്നൊന്ന് റിമൂവ് ചെയ്യുന്ന പറഞ്ഞു. ആ ഭാഗം മാത്രം പ്രൈവറ്റ് ആയി കൊടുത്ത്. അല്ല സംഭവം, അല്ല കൊറേയൊക്കെ ഈ പറഞ്ഞതുണ്ടല്ലോ, ഇപ്പൊ നീ പറഞ്ഞ കഥയില്ലേ, കൊറേയൊക്കെ നമ്മൾ ട്രെയിലറുമായിട്ട് ഇങ്ങനെ തട്ടിച്ച് നോക്കുമ്പോ ചെറിയ സാമ്യമൊക്കെ തോന്നുന്നുണ്ട്. കൊറേ ഉണ്ട് ഇവരുടെ പരീക്ഷണ സ്ഥലം പോലെ കൊറേ സ്ഥലങ്ങളുണ്ട്. പിന്നെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യണ സാധനം, പിന്നെ അത് മേ ബി ആൾക്കാരെ വെച്ചിട്ട് ഇല്ലീഗലായിട്ടൊരു പ്രവൃത്തി മറ്റൊരു ചെയ്യുന്നതും ആയിരിക്കും കേട്ടോ, അതും ആവാം. പക്ഷേ ഈ ഒരു കാര്യം പറയാം, അതായത് നമ്മുടെ സത്യരാജും മറ്റവരൊക്കെ നിൽക്കുന്നൊരു ഷൂട്ടുണ്ട്, അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പൊന്തി വരുന്ന പോലത്തെ സാധനം, അതായത് അതിന്റെ ഉള്ളിൽ ഒരു സ്ഫോടനം നടക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തിനാ സ്റ്റെയർ? അതിലേക്ക് ഇറങ്ങി പോകാനും അതിൽ നിന്ന് കയറി വരാനാണ്, ആ കുഴിയിൽ നിന്ന് കയറി വരാനാണത്. അപ്പോൾ ഫ്യൂച്ചറിൽ നിന്ന് പോകാനും ഫ്യൂച്ചറിലേക്ക് വരാനും അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്ന് വരാനും ഒക്കെ തന്നെയുള്ള ഒരു കുഴിയാണത്. അവിടെ നടക്കുന്നത് രജനീകാന്തിന്റെ വരവായിരിക്കാം, മേ ബി ചിലപ്പോ അതിന്റെ അടിയിലായിരിക്കും ഈ പരീക്ഷണശാല, മേ ബി അതും ആവാം, എന്തും ആവാം. അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഉണ്ടല്ലോ, അതോ ആയിരിക്കാം. അതെ, എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. എന്തായാലും നാഗാർജുന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ സാധനം ചെയ്യുന്നുണ്ട്, അതായത് സ്ക്രീന് അതിൽ ഐഡന്റിറ്റി ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു, കുറേ ആൾക്കാരുടെ ഐഡന്റിറ്റി. അപ്പോൾ ഈ പരീക്ഷണം നടത്തുന്നതിൽ പലരുടെയും ഐഡന്റിറ്റി ഒക്കെ മാറ്റി പല എന്തൊക്കെയാ ചില ഇല്ലീഗൽ പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിന്റെ ഭാഗമാകാം മേ ബി, അത് ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മേ ബി ആളുടെ ഉയിര് നിലനിർത്തുന്നത് ഈ ഒരു രീതിയിൽ എന്തെങ്കിലും പരിപാടി ചെയ്തിട്ടായിരിക്കാം. നാഗാർജുന അതായിരിക്കാം അന്നത്തെ ആൾക്ക് പരിചയം, ആളെങ്ങനെയേ ജീവിച്ചിരിക്കുന്നുണ്ട്. രജനീകാന്ത് വരുന്ന പക്ഷെ അന്ന് വടിയാക്കിയിട്ടുണ്ട് കേട്ടോ, കൂലി വരുന്നതോടെ അത് തീർന്നു, അത് പിന്നെ നോക്കണ്ട. എന്താണെങ്കിലും നല്ലൊരു കഥ കേട്ടു. പ്രശ്നം അറിയോ, ഇതിങ്ങനെ അല്ലെങ്കിൽ നിനക്ക് വേറൊരു കഥ ചെയ്തായിരുന്നു. സത്യം, നല്ലൊരു ചാൻസ് കളഞ്ഞില്ലേ. ഇതിങ്ങനെ തന്നെ ആയിരിക്കും, വെറുതെ അനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസ്. അത് ശരിയാണ്, അത് ഞാൻ ആദ്യം തന്നെ ഇവന് പെർമിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താണെങ്കിലും ആയുധല്ല അവനെ തുടരണ്ടാന്ന് വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാനാണെങ്കിൽ അതാണ് ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, ആരും കൈവെക്കരുത്. അപ്പൊ ഞാൻ അങ്ങനെ യുദ്ധം ചെയ്തു. അപ്പൊ മറ്റുള്ളവര് യുദ്ധത്തിന്റെ നിയമവശം നോക്കിയിട്ട് എന്നോട് എതിരിടാതെ നിൽക്കുകയാണ്. അവൻ ചെകിളി ചക്കൻ ബുദ്ധിയില്ലാത്ത പയ്യൻ, അവനെ കൊല്ലണ്ട എന്ന് തീരുമാനിച്ചാണ്. അപ്പൊ ഞാൻ തരുന്നത് ഇത് സൂപ്പറാണ്, ഞാൻ എന്റെ കഴിവ് കൊണ്ട് അവരൊന്നും എന്നോട് അടുക്കാതെ നിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് ഇതാണ് പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ വെക്കുന്നുണ്ട്. നിനക്ക് നന്നായിരിക്കും. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റു വിശേഷങ്ങൾ പറയാൻ വിട്ടുപോയതെന്തെങ്കിലുണ്ടോ? അത് നിനക്കല്ലേ അറിയാലേ. അല്ല ബുദ്ധിയില്ലാത്ത അല്ല ഈ മഹാന്മാർ എല്ലാം ഒരുപോലെ ചിന്തിക്കുന്ന പറഞ്ഞ പോലെ ബുദ്ധിയില്ലാത്തതെല്ലാം ഒരുപോലെ ചിന്തിക്കും. ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ നീ ബുദ്ധിയുള്ളവനാ. എന്താണെങ്കിലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ, കഥ രസമുണ്ട്. പടത്തിൽ അങ്ങനെ തന്നെ ആവട്ടെ, എന്നിട്ട് വേണം ബാക്കി തീരുമാനിക്കാൻ. അതാ പറഞ്ഞ കഥ എങ്ങനെയാണ് പ്രശ്നമാണ്. എന്തിനാണോ പന്നി ഇതൊക്കെ വിളിച്ചു ഉറപ്പായിട്ടും. എന്താണെങ്കിലും നമുക്ക് നിനക്കിത് കണ്ടപ്പോ കിട്ടിയ സാധനങ്ങളല്ലേ, അത്രേ ഉള്ളൂ.
എന്താണെങ്കിലും ലോകേഷിന്റെ തല ഇവിടെ ഉണ്ടാവില്ലല്ലോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആമിർ ഖാൻ ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന മോനാണ്. അതാ മോനാണ്, ഫ്യൂച്ചറിൽ നിന്ന് വരുന്ന മുതലാണ്. നോക്കിക്കോ, നോക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ഇതില് വേറെ സംഭവം ഉണ്ടായിരുന്നേ. ഇനിയുണ്ടോ? അത് കൂലി സിനിമയില് വെപ്പൺസ്, തോക്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യക്തമാണ് എന്തുകൊണ്ടാണ് ആമിർ ഖാന്റെ കയ്യിൽ തോക്കുന്നത്. എന്തുകൊണ്ടാ? കൂലി സിനിമ അല്ല ഇത്. അതല്ല, ആള് ഫ്യൂച്ചറിൽ നിന്ന് വരുന്നത്. അങ്ങനെ ആ വെപ്പണോ, അതായത് ഭയങ്കര മോഡേൺ വെപ്പൺസാ. ആള് കണ്ടില്ല, ആള് യൂസ് ചെയ്യുന്ന ഹെലികോപ്റ്റർ, പിന്നെ കൊടൂരമായിട്ടുള്ള ചെന്നായ്ക്കളുടെ വടിയോടെ വരുന്നു. അതല്ലേ നീ വീഡിയോ ഇട്ടിട്ടല്ലേ കല്യാണത്തിന് പോണേ? വീഡിയോ ഇട്ടിട്ടാണ് നിലമ്പൂര് വഴി അരീക്കോട് വഴി വരുന്നുണ്ട്. ദയവേത് ആരും കൈവെക്കരുത്, യുദ്ധം ചെയ്യരുത്, ആയുധമില്ലാത്ത ആകെയുള്ളത് ഒരു നാക്കാ. അതുകൊണ്ടാണ് ഈ പിടിച്ചു നിൽക്കുന്നത്. അതെ, ഇത് ഈ നാവങ്ങാനും ബുദ്ധിയോട് കൂട്ടി കെട്ടിയിരുന്നെങ്കിൽ എന്തായിരിക്കൂലേ. ജനങ്ങളും നീയും നാട്ടുകാരും ഞാനും ഒക്കെ പെട്ടുപോയത്. എന്താണെങ്കിലും പോട്ടെ കേട്ടോ. മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.